everybody, welcome to Joe Talk Football. അങ്ങനെ നാളെ നമ്മൾ ചെൽസിയുമായിട്ട് കാരബോ കപ്പ് സെമി ഫൈനൽ. ലോട്ട്സ് ടു അൺപാക്ക്. ഒരുപാട് ഈ ഗെയിമിനെ പറ്റി സംസാരിക്കാനുണ്ട്. ചെൽസി അവരുടെ പുതിയ കോച്ച് ലിയാം റോസ്നെയറും അർട്ടറ്റയും തമ്മിൽ എന്താണ് ഹൾ സിറ്റിയുമായിട്ടുള്ള FA കപ്പിൻ്റെ ഫൈനലിൽ കളിച്ചിട്ടുണ്ട്. സോ ദാറ്റ്സ് FA കപ്പല്ല, സോറി, കാരബോ കപ്പിൻ്റെ ഫൈനലിൽ കളിച്ചിട്ടുണ്ട്. ദാറ്റ് 3-2 വിന്ന്. ഞാൻ ആ കളി ലൈവ് കണ്ടതാണ്. അവർ ഹൾ സിറ്റി 2 ഗോൾസ് ആദ്യം തന്നെ അടിക്കുന്നു, പിന്നെ സാൻഡി കസോളയുടെ ഒരു ഫ്രീ കിക്ക് ആൻഡ് വി കം ബാക്ക്. റാംസയുടെ 2 ഗോൾ, വി കം ബാക്ക്, വി വിൻ ദാറ്റ് ഗെയിം. ദാറ്റ്സ് അത് എനിക്ക് നമ്മൾ ആർസനൽ ഒരു 10-12 വർഷങ്ങൾക്ക് ശേഷം ആ ഒരു വലിയൊരു ലോങ് ഡ്രൗട്ടിന് ശേഷം നമ്മൾ വിൻ ചെയ്യുന്ന ആദ്യത്തെ കപ്പാണ് അണ്ടർ ആർസൻ വെങ്കർ. സോ അങ്ങനെ ഒരു റെഫറൻസ് അവിടെ കിടക്കുന്നു. ആൻഡ് ദ സെയിം 2 പീപ്പിൾ ഇപ്പം മാനേജേഴ്സായിട്ട്, അതായത് ഓപ്പോസിഷൻസായിട്ട് വന്ന് നിൽക്കുന്നു. ലിയാം ചെൽസിക്ക് വേണ്ടി, അർട്ടറ്റ ആർസനലിന് വേണ്ടി. സോ ആ ഒരു കോയിൻസിഡൻസ് അവിടെ കിടക്കുന്നു. ആർസനലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരുപാട് ഇഞ്ചുറീസ്. ഇതൊക്കെ എവിടെ നിന്ന് വരുന്നു എന്നെനിക്ക് മനസ്സിലാവുന്നില്ല. ഹിൻകപ്പിയെ, മൊസ്കേര പണ്ട് ഇഞ്ചുറാണ്. കാലഫിയോറി, ആ ലെഫ്റ്റ് സൈഡ് മുഴുവൻ പണി കിട്ടി. മൊസ്കേര പറഞ്ഞു. സലീബ, ട്രൊസാഡ്, ഇതൊക്കെ ട്രൊസാഡൊക്കെ എന്താ പറ്റിയത് പോലും മനസ്സിലാവുന്നില്ല. ഇറ്റ്സ് റിയലി സർപ്രൈസിങ്. അപ്പം ബാക്ക് ലൈൻ ആകെ പണി കിട്ടിയിട്ടിരിക്കുകയാണ് നമുക്ക്. സോ ഇറ്റ്സ് എ ഗുഡ് ന്യൂസ് ഫോർ ചെൽസി. സോ നാളത്തെ കളി, ഇഫ് യു ആസ്ക് മീ, ചെൽസിയാണ് കുറച്ചുകൂടെ ഫേവറേറ്റ്സ്. കാരണം നമ്മുടെ സ്ട്രോങ് ഇതെന്ന് പറയുന്നത്, സ്ട്രോങ് ഏരിയ എന്ന് പറയുന്നത് ഇസ് ഡിഫൻസ്. ആ ഡിഫൻസ് ആകെ തകർന്നിരിക്കുകയാണ്. ബാക്ക് ഫോർ ഇപ്പം ഒരു മേക്ക് ഷിഫ്റ്റ് ബാക്ക് ഫോർ ആയിരിക്കും. ടിംബർ, ചിലപ്പം ബെൻ വൈറ്റ്, ഗാബ്രിയൽ, ലെഫ്റ്റിൽ MLS, പ്രാർത്ഥിച്ച് MLS കയറ്റി, അല്ല വേറെ ഓപ്ഷൻ ഇല്ല. സോ ഇതായിരിക്കും നമ്മുടെ ഒരു മേക്ക് ഷിഫ്റ്റ് ഡിഫൻസ്. സോ ഇതൊരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ് നമ്മുടെ ചെൽസിക്ക് അത് ക്യാപിറ്റലൈസ് ചെയ്യാൻ. കാരണം MLS അത്ര നല്ല ഫോമിലല്ല. സോ അവിടെ എസ്റ്റവാവോ ആണെങ്കിലോ അല്ലെങ്കിൽ ഈവൻ പാമർ ആണെങ്കിലോ ആരാണെങ്കിലും, നെറ്റോ ആണെങ്കിൽ പോലെ, ഐ തിങ്ക് നെറ്റോ ആ സൈഡ് കളിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഐ തിങ്ക് പാമർ ഓർ എസ്റ്റവാ ഇഫ് സത്യം പറയാമല്ലോ, ഞാനൊരു ചെൽസി ഫാൻ ആണെങ്കിൽ ഐ വിൽ സേ ദിസ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി. എസ്റ്റവാവിനെ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളൊരു സാധനമായിരിക്കും. പിന്നെ ചെൽസിയുടെ ഒരു വീക്ക് സൈഡ് എന്ന് പറയുന്നത് നമ്മുടെ സ്ട്രോങ് സൈഡ് പോലെയാണ്. അവരുടെ ഡിഫൻസാണ്. അവരുടെ അവർക്കൊരു കറക്റ്റ് ഒരു ബാക്ക് ഫോർ ഇല്ല. സോ അതൊരു ഇഷ്യൂ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഗുസ്തോ, കുക്കറയ, അതിങ്ങനെ മാറിയും തിരിഞ്ഞും ഓരോ ഗെയിമിനും ഓരോ ബാക്ക് ഫോറാണ്. ഓഫ് കോഴ്സ് അത് നല്ലതാണ്, ലോട്ട് ഓഫ് ഓപ്ഷൻസ് ഉള്ളത് നല്ലതാണ്. ബട്ട് ഒരു സ്റ്റേബിൾ ബാക്ക് ഫോർ ഉണ്ടെങ്കിൽ ഇറ്റ്സ് ഗുഡ്. കാരണം നമുക്കുള്ളതിൻ്റെ കൂട്ട് ഒരു സ്റ്റേബിൾ ബാക്ക് ഫോർ ആണെങ്കിൽ ആ ഒരു കെമിസ്ട്രി, അത് ദാറ്റ്സ് വൈ വി ഹാവ് സച്ച് എ ഗുഡ് ഡിഫെൻസീവ് റെക്കോർഡ്. സോ അതൊരു എന്തായാലും ചെൽസിക്ക് ഒരു പ്രശ്നമായിരിക്കും. ബട്ട് നമുക്ക് ആ ഒരു വീക്ക്നെസ് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ നമുക്ക് അറിഞ്ഞുകൂടാ. ഗുഡ് തിങ് അഗെയിൻ, കൈ ഹാവേർട്സ് ഈസ് ബാക്ക്. കൈ ഹാവേർട്സ് ഓൾവേസ് സ്കോർസ് അഗെയിൻസ്റ്റ് ചെൽസി. സോ കൈ ഹാവേർട്സ് സ്റ്റാർട്ട് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എഗെയിൻ ഐ തിങ്ക് നാളത്തെ ഗെയിം ജേസൂസ് ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന്. സോ ദാറ്റ്സ് ഗുഡ്. മിഡിന് നമുക്ക് പ്രശ്നമില്ല. മിഡിൽ നമുക്ക് റൈസ് ഉണ്ട്, സുബമെൻഡി ഉണ്ട്, ഓഡഗാർഡ് ക്യാൻ കം ബാക്ക്, എസെ ആണെങ്കിലും ഓക്കെ. ലെഫ്റ്റ് വേറെ ആരുമില്ല, മാർട്ടിനെലി. സെൻറ്റർ ഐ തിങ്ക് നാളത്തെ ഗെയിം ജേസൂസ് സ്റ്റാർട്ട് ചെയ്യുമെന്ന്. റൈറ്റ് ഐ തിങ്ക് സാക്ക. അവരുടെ അറിയാലോ, ഐ തിങ്ക് അവർ മിഡിൽ റീസ് ജെയിംസിനെ കളിപ്പിക്കും. അറിയില്ല, മേ ബി കൈസൈഡോ, ഐ എം നോട്ട് ഷുവർ. കൈസൈഡോ കളിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് അറിഞ്ഞൂടാ. ഉള്ള കാര്യമുള്ള പോലെ പറയാമല്ലോ. സോ ഐ എം നോട്ട് ഷുവർ ഓഫ് കൈസൈഡോ. സോ എനിവേ, എങ്ങനെ നോക്കിയാലും ചെൽസി ഈസ് ലിറ്റിൽ ബിറ്റ് ഓൺ ദ അഡ്വാൻറ്റേജ് സൈഡ് ബിക്കോസ് ഓഫ് നമ്മുടെ ഇഞ്ചുറി. ബട്ട് ഇതൊന്നും ഒരു എക്സ്ക്യൂസായിട്ട് നമ്മൾ ഒരു ഡ്രോ, മിനിമം ഒരു ഡ്രോ അടിക്കുക, ടേക്ക് us ബാക്ക് ടു ദ സെക്കൻഡ് ലെഗ് സേഫ്ലി. ഒരു റിസൾട്ട്, നോട്ട് ഈ വിന്ന് വേണ്ട, ഒരു ഡ്രോ എടുത്തിട്ട് പോവുക എന്നുള്ളതായിരിക്കും നാളത്തെ ആ ഒരു ടാർഗറ്റ്. കാരണം ഇത്രയും ഇഞ്ചുറി വെച്ച് എങ്ങനെ മാനേജ് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഇറ്റ്സ് ഗോയിങ് ടു ബി ഡിഫിക്കൽട്ട്. ബട്ട് അപ്പോൾ ചിലർ ആർഗ്യൂ ചെയ്യും പുതിയ കോച്ചാണ്, സിസ്റ്റം മന്ദിര. പുതിയ കോച്ച് ഈസ് ഓൾവേസ് ഡേഞ്ചറസ്. കാരണം എല്ലാവർക്കും ആ ഒരു ന്യൂ മാനേജർ ബൗൺസ് കാണും. അത് മാത്രമല്ല FA കപ്പിൽ ആ ഒരു കിഡിൽ 5-1 വിൻ അഗെയിൻസ്റ്റ് ചാൾട്ടൺ വന്നിട്ട് ആ ഒരു ഫോമിലാണ് അവരിപ്പോൾ ഉള്ളത്. സോ ഇറ്റ്സ് ഗോയിങ് ടു ബി വെരി ഇൻട്രസ്റ്റിംഗ്.
എൻ്റെ ഒരു പ്രഡിക്ഷൻ പറയുകയാണെങ്കിൽ ഐ തിങ്ക് ഇറ്റ്സ് ഗോയിങ് ടു ബി എ ഡ്രോ ആവട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. കാരണം നമ്മുടെ ബാക്ക് ഫോർ ആകെ പണി കിട്ടിയിട്ടിരിക്കുകയാണ്. ആൻഡ് ചെൽസി ആർ വെരി ഫ്ലൂയിഡ്. അവരുടെ ട്രാൻസിഷനും അവരുടെ കൗണ്ടർ അറ്റാക്കും അത് ഭയങ്കര ഫ്ലൂയിഡാണ്. സോ ഓക്കെ, പ്രഡിക്ഷൻ പറയുന്നതിന് മുമ്പ് നമുക്കിതെങ്ങനെ ക്യാപിറ്റലൈസ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഫ് നമ്മുടെ ക്രിയേറ്റിവിറ്റി കുറച്ചുകൂടെ ആ ഒരു ഫ്ലെയർ ഉള്ള ക്രിയേറ്റിവിറ്റി ആണെങ്കിൽ, ഓഡഗാർഡിൻ്റെ മാജിക് ഉണ്ടെങ്കിൽ, ഇഫ് വി ആർ വില്ലിങ് ടു ടേക്ക് റിസ്ക് എന്ന് വെച്ചാൽ ആ ഔട്ട്സൈഡ് ദ ബോക്സ് ഷൂട്ടിങ്ങും, ഓഡഗാർഡിൻ്റെ ഷൂട്ടിങ്ങും, റൈസിൻ്റെ ഷൂട്ടിങ്ങും, ഈ പറയുന്ന ജേസൂസിൻ്റെ ഷൂട്ടിങ്ങും ഒക്കെ ഉണ്ടെങ്കിൽ വി ക്യാൻ വിൻ ദിസ് ഗെയിം. അതല്ല, ആ ഒരു ഫ്ലെയറോടല്ല കളിക്കുന്നതെങ്കിൽ, ദെൻ ആ ഒരു സൈഡ് വേസ് പാസിങ്, ആ ഒരു ബോറിങ് ഗെയിമാണ് കളിക്കുന്നതെങ്കിൽ നമ്മൾ പണി മേടിച്ച് കൂട്ടും. വി വിൽ നോട്ട് ബി ഈവൻ, ഒരു റിസൾട്ട് എടുക്കാൻ തന്നെ പാടാണ്. കാരണം നമ്മുടെ സ്ട്രോങ് ഏരിയ എന്താണ്? ഡിഫൻസാണ്. ആ ഡിഫൻസ് ഇച്ചിരി മേക്ക് ഷിഫ്റ്റ് ഡിഫൻസ് ആയിരിക്കും നാളത്തേത്. സോ ഇറ്റ്സ് ഗോയിങ് ടു ബി ഡിഫിക്കൽട്ട്. അതുകൊണ്ട് കുറച്ചുകൂടെ ഒരു ബ്രേവായിട്ട് നാളെ കളിക്കണം, ഇല്ലെങ്കിൽ പണി മേടിച്ച് കൂട്ടും. സോ മൈ പ്രഡിക്ഷൻ, റാദർ ദാൻ പ്രഡിക്ഷൻ, എൻ്റെ ഒരു വിഷ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1-1 ഡ്രോ ആവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എൻ്റെ ഒരു പ്രഡിക്ഷൻ അതാണ്. എനിവേസ്, നാളെ എന്തായാലും ഞാൻ വാച്ച് അലോങ് പോകുന്നതായിരിക്കും. സീ യു ഗൈസ്, ടേക്ക് കെയർ.